ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് വലിയൊരു ഭൂചലനം നടക്കാൻ പോവുകയാണ്. പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുന്ന ഇന്ത്യയുടെ വികസന കുതിപ്പിന് വേഗത കൂട്ടുന്ന ആ ചരിത്രപരമായ നീക്കം വീണ്ടും വരുന്നു. അതെ, നരേന്ദ്രമോദി വീണ്ടും ആ ഒരു ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവന്ന ആ മണ്ഡല പുനർനിർണയ ബില്ല് വീണ്ടും പാർലമെന്റിലേക്ക്. ഒരിക്കൽ പ്രതിപക്ഷം ഒന്നാകെ കൈകോർത്ത് പരാജയപ്പെടുത്തിയ ബില്ലാണിത്. പക്ഷേ ഇന്ന് കഥ മാറി. പ്രതിപക്ഷ നിരയിൽ വിള്ളലുകൾ വീണു കഴിഞ്ഞു. ശരത് പവാറിന്റെ NCP പോലും ഇന്ന് BJPയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പം നിലയുറപ്പിക്കാൻ നിർബന്ധിതരാകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യയുടെ വികസനം മാത്രം ലക്ഷ്യമിടുന്ന നരേന്ദ്രമോദിയുടെ ഈ മാസ്റ്റർ പ്ലാൻ പ്രതിപക്ഷത്തെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ബില്ല്? എന്തുകൊണ്ട് NCP പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു? വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും? ഇന്ന് നമ്മൾ ഇതാണ് വിശകലനം ചെയ്യുന്നത്. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വിവാദമായ മണ്ഡല പുനർനിർണയ ബില്ല് ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്ത് വോട്ട് ചെയ്ത ബില്ലാണിത്. നിങ്ങളത് ഓർക്കണം. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിൽ ബില്ല് വീണ്ടും കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് BJP. ഈ വേളയിലാണ് NCP പിന്തുണയ്ക്കുമെന്ന വിവരവും പുറത്തുവരുന്നത്. NCPയുടെ പല നേതാക്കളും NDA പക്ഷത്തേക്ക് ഇപ്പോൾ കൂറുമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ശരത് പവാർ NCAയുടെ ഭാഗമാകുമെന്നും വാർത്തകൾ വന്നിരുന്നു. ഇതിനിടെയാണ് വിവാദമായ ബില്ലിന് NCP പിന്തുണ നൽകുമെന്ന് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇതുവരെ ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് പവാറിന്റെ മകൾ സുപ്രിയ സുലെ MP പ്രതികരിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിലും 50% സീറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ബില്ലിന് പിന്തുണ നൽകുമെന്നും അവർ പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് വാർത്തകൾ. ഇനി ഇതിന് പിന്നാലെയാണ് മണ്ഡല പുനർനിർണയ ബില്ലിന് NCP പിന്തുണ നൽകുമെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഈ ബില്ലിന്റെ പ്രാധാന്യം? സ്വാതന്ത്ര്യം ലഭിച്ച ഇത്രയും കാലമായിട്ടും നമ്മുടെ മണ്ഡലങ്ങളുടെ അതിരുകളിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ജനസംഖ്യ കൂടിയതിനനുസരിച്ച് ഭരണനിർവഹണം കാര്യക്ഷമമാക്കാൻ മണ്ഡലങ്ങളുടെ പുനർനിർണയം അത്യാവശ്യമാണ്. എന്നാൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷം ഇത് വെറും രാഷ്ട്രീയ കണ്ണടയിലൂടെ കണ്ടു. BJP ഭരിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വികസനം കുതിക്കുമ്പോൾ അവിടങ്ങളിൽ കൂടുതൽ സീറ്റുകൾ വരുന്നത് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുന്നു. ഇവിടെയാണ് ശരത് പവാറിന്റെ NCP എടുക്കുന്ന നിലപാട് പ്രസക്തമാകുന്നത്. അജിത് പവാർ നേതൃത്വം നൽകുന്ന NCP വിഭാഗം ഇതിനകം തന്നെ NDAയുടെ ഭാഗമാണ്. മോദിയുടെ വികസന അജണ്ടയിൽ അകൃഷ്ടരായ പല നേതാക്കളും ഇന്ന് BJPയിലേക്ക് ചേക്കേറുകയാണ്. ശരത് പവാറും താൻ നയിക്കുന്ന NCP വിഭാഗവും BJPയുടെ വികസന തന്ത്രങ്ങളെ അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നത് പ്രതിപക്ഷ സഖ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു തിരിച്ചടിയാണ്. സുപ്രിയ സുലെ പോലും ഉപാധികളോടെയാണെങ്കിലും പിന്തുണയെക്കുറിച്ച് സംസാരിച്ചു എന്ന് BJPയുടെ രാഷ്ട്രീയ വിജയം തന്നെയാണത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ വിറയ്ക്കുന്നത്? കാരണം അവർക്ക് വികസനമല്ല, അധികാരം മാത്രമാണ് ലക്ഷ്യം. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകശക്തിയായി മാറുന്നത് കാണുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല. വടക്കേ ഇന്ത്യയിൽ സീറ്റുകൾ വർദ്ധിക്കുന്നത് കൊണ്ട് മാത്രമല്ല, BJPയുടെ ജനപിന്തുണ അവരുടെ തട്ടകങ്ങളിൽ പോലും വർദ്ധിക്കുന്നു എന്നതാണ് അവരെ അലട്ടുന്ന പ്രധാന പ്രശ്നം. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ BJPയെ തകർക്കാമെന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് മണ്ഡല പുനർനിർണയ ബില്ല് എന്നൊരു ബോംബ് തന്നെയാണ് മോദി ഇട്ടിരിക്കുന്നത്. ഇനി ഈ പാർലമെന്റ് സമ്മേളനം ചരിത്രമായി മാറും. ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിയമ ഭേദഗതികൾക്ക് വഴി തുറക്കാൻ പോകുന്നു. 2/3 ഭൂരിപക്ഷം എന്ന കടമ കടക്കാൻ BJPക്ക് മുന്നിൽ ഇന്ന് ഒട്ടനവധി വഴികളുണ്ട്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ അത് വ്യക്തമാക്കുന്നു. ശരത് പവാർ NDA പക്ഷത്തേക്ക് വരുന്നത് ഒരു തുടക്കം മാത്രമായിരിക്കും. പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ഒന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരാണോ നാട് ഭരിക്കാൻ പോകുന്നത്? മോദിജി എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അതിനെ കണ്ണുമടച്ച് എതിർക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഏക തൊഴിൽ. മണ്ഡല പുനർനിർണയ ബില്ലിനെ ആദ്യം എതിർത്തവർ തന്നെ ഇപ്പോൾ അവസരം നോക്കി കളം മാറാൻ തയ്യാറെടുക്കുന്നു. സ്വന്തം നിലപാടിൽ പോലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഇക്കൂട്ടർ എങ്ങനെയാണ് നാടിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? വികസനം വേണ്ട, പകരം BJP എങ്ങനെ തടയാമെന്ന് മാത്രം ചിന്തിക്കുന്ന ഇവരുടെ ഈ എതിർപ്പ് രാഷ്ട്രീയം ജനം മടുത്തിട്ട് കാലം കുറയായി. ഇന്ത്യ മുന്നണി എന്നൊക്കെ പേരിട്ട് നടന്നവർ ഇപ്പോൾ എവിടെ പോയി? പാർലമെന്റിൽ ഒന്നിച്ച് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പുറത്തു വരുമ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്ക്. NCP കളം മാറുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിറളിയാണ്. BJPയെ ഭയന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. വികസനത്തിന്റെ ട്രാക്കിൽ മോദിജി കുതിക്കുമ്പോൾ പ്രതിപക്ഷം ഇപ്പോഴും പഴയ നെഗറ്റീവ് ചിന്തകളുടെ ചെളിയിൽ കിടന്ന് അലറുകയാണ്. അല്ലാതെ അവർക്ക് വേറെ എന്ത് പണിയുണ്ട്? ഈ പ്രതിപക്ഷത്തിന്റെ തനിനിറം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞതാണ്. ഒരു ബില്ല് വന്നാൽ അത് നാടിന് ഗുണമാണോ എന്ന് നോക്കാതെ രാഷ്ട്രീയ നേട്ടം മാത്രം നോക്കുന്ന ഇവരുടെ ഈ കുബുദ്ധി ഇനി നടക്കില്ല.
മോദിയുടെ ഓരോ നീക്കവും രാജ്യത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ പ്രതിപക്ഷം ഇത്തരം അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് സ്വയം നാണം കെടുകയാണ്. സത്യത്തിൽ BJPയെ വിമർശിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ സ്വയം തരം താന്നു കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ അമ്പരപ്പോടെ നോക്കുന്ന ഒരു ഇന്ത്യയാണ് ഇന്ന് നമ്മുടേത്. വെറും വാചക കസർത്തുകൾ കൊണ്ടല്ല, മറിച്ച് വ്യക്തമായ പദ്ധതികൾ കൊണ്ടാണ് മോദി ഇന്ത്യയെ നയിക്കുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രം വെറും മുദ്രാവാക്യമല്ല, അത് ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന യാഥാർത്ഥ്യമാണ്. ഇന്ത്യയുടെ സൈനിക കരുത്തായാലും അല്ലെങ്കിൽ ബഹിരാകാശ നേട്ടങ്ങളായാലും ഇനി സാമ്പത്തിക വളർച്ചയായാലും മോദിയുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ കാര്യങ്ങൾ മാത്രമല്ല, അടുത്ത 20 വർഷത്തെ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി നമുക്കുണ്ട്. പ്രതിപക്ഷം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പിന്നാലെ പോകുമ്പോൾ മോദിജി ശ്രദ്ധിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ്. റോഡുകൾ, റെയിൽവേ, ഡിജിറ്റൽ ഇന്ത്യ ഇതെല്ലാം വികസനത്തിന്റെ പുതിയ പാതകൾ തുറക്കുന്നു. ഈ മണ്ഡല പുനർനിർണയ ബില്ലും അത്തരമൊരു ദീർഘവീക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ്. ഭരണനിർവഹണം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇത് അത്യാവശ്യമാണ്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ ലോകം മുഴുവൻ ഇന്ന് ബഹുമാനിക്കുകയാണ്. പ്രതിപക്ഷം എത്ര തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും, വികസനത്തിന് കടിഞ്ഞാണിടാൻ നോക്കിയാലും അതിനെല്ലാം നിഷ്പ്രയാസം മറികടന്ന് മുന്നോട്ടു പോകുന്ന ഒരു മാസ് നേതൃത്വമാണ് മോദിയുടേത്. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും രാജ്യത്തിന്റെ അന്തസ്സ് ഉയർത്തുന്നതാണ്. അതിനുള്ള തെളിവുകൾ നമ്മൾ ഒരുപാട് കണ്ടതുമാണ്. അപ്പോൾ പ്രേക്ഷകരെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മഹാരാഷ്ട്രയിലെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ വെറുമൊരു തുടക്കം മാത്രമാണ്. അജിത് പവാറും ഇപ്പോൾ ശരത് പവാറും പക്ഷത്തെ ചില നേതാക്കളും BJPയുമായി കൈകോർക്കുന്നത് കാണുമ്പോൾ ഒന്ന് ഉറപ്പിക്കാം, അധികാരമോഹത്തിനപ്പുറം രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം നിൽക്കുന്നതാണ് ബുദ്ധിയെന്ന് ഈ നേതാക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഒറ്റക്കെട്ട് എന്നത് വെറും കടലാസ് കഷ്ണമാണെന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെടുകയാണ്. മോദിയുടെ വികസന പ്രവാഹത്തിൽ ഈ ചെറിയ അണക്കെട്ടുകൾ തകർന്ന് വീഴുക തന്നെ ചെയ്യും, അതിൽ സംശയമില്ല. ഇനി ആലോചിക്കേണ്ടത് നിങ്ങളാണ്. വികസനവും സ്ഥിരതയും ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണോ, അതോ വെറും കസേരയ്ക്ക് വേണ്ടി കലഹിക്കുന്ന ഒരു പ്രതിപക്ഷമാണോ നമുക്ക് വേണ്ടത്? മോദിജി നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും ഇന്ത്യയെ ഒന്നാം സ്ഥാനത്തെത്തിക്കാനുള്ള ഒന്നാണ്. ആ കുതിപ്പിനെ തടയാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പോകുമെന്നത് തീർച്ചയാണ്. വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലും ദേശീയ തലത്തിലും വലിയ മാജിക് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അത് കാണാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് എന്തായാലും ഒന്ന് വ്യക്തമാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. മണ്ഡല പുനർനിർണയം എന്നത് വെറുമൊരു നിയമപരമായ നടപടിക്രമം മാത്രമല്ല, മറിച്ച് വരും ദശകങ്ങളിൽ ഭാരതം എങ്ങനെ ഭരിക്കപ്പെടണം എന്നതിന്റെ അടിത്തറയാണ്. ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ ആ ഒരു കരുത്ത് തെളിയുന്നത്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനും ഭിന്നിച്ചു നിന്നവരെ പോലും വികസനത്തിന്റെ ഒരേ വേദിയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് വിസ്മയകരമാണ്. പ്രതിപക്ഷം തങ്ങളുടെ കാലഹരണപ്പെട്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുമ്പോൾ മോദിജി അജയമായ വികസന അജണ്ടയുമായി കുതിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ കാണുന്ന ഈ മാറ്റങ്ങൾ കേവലം ഒരു സംസ്ഥാനം മാത്രം രാഷ്ട്രീയ ചിത്രമല്ല, അത് ദേശീയ തലത്തിൽ വരാനിരിക്കുന്ന വലിയൊരു അധികാര മാറ്റത്തിന്റെ ട്രെയിലർ മാത്രമാണ്. അധികാരം മാത്രം ലക്ഷ്യമിട്ട് അലയുന്നവർക്ക് ചരിത്രം നൽകുന്ന മറുപടി എന്താണെന്ന് കാലം തെളിയിക്കും. ഇനി വോട്ടർമാരായ നിങ്ങൾ വിലയിരുത്തേണ്ടത്, വെറും വികാരങ്ങളെ ഇളക്കിവിട്ട് ഭരിക്കാൻ നോക്കുന്നവരെയാണോ, അതോ വ്യക്തമായ ദീർഘവീക്ഷണത്തോടെ രാഷ്ട്രത്തെ ലോകശക്തിയാക്കാൻ യത്നിക്കുന്നവരെയാണോ വേണ്ടതെന്നാണ്. ഈ ബില്ല് പാസ്സാകുന്നതോടെ ഇന്ത്യയുടെ വികസന കുതിപ്പിന് വേഗത കൂടും എന്നത് തീർച്ചയാണ്. ഒപ്പം പ്രതിപക്ഷത്തിന്റെ ആസൂത്രിതമായ തടസ്സങ്ങൾ ഓരോന്നായി അസ്തമിക്കുകയും ചെയ്യും. രാഷ്ട്രം ഒന്നാമത് എന്ന ചിന്താഗതിയിലേക്ക് എല്ലാവരും മാറുന്ന കാലം വിദൂരമല്ല. ഈ വലിയ മാറ്റത്തിന്റെ സാക്ഷികളാകാൻ നമുക്കും ഒപ്പമുണ്ടാകാം. ശരത് പവാറിന്റെ NCP മണ്ഡല പുനർനിർണയ ബില്ലിനെ പിന്തുണച്ചാൽ അത് കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ എങ്ങനെ ബാധിക്കും? അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.